Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning all of you. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ, കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ, അമ്മ നൽകുന്ന പോലും അമൃതമാകണേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. താങ്ക് യു മിസ്. കഴിഞ്ഞു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ദെൻ സൈനിൻ ആരാണ്? മിസ് ഞാനാണ്. Good morning, all of you. One day, a pen and pencil found each other sitting on a desk. It was late afternoon, and they did not have any work to do. So they started talking. The pen said, "Hey, pencil, don't you feel sad that when someone uses you, you keep getting shorter and shorter?" The pencil replied, "Oh no, I used to feel sad in the beginning, but when I saw that helped someone draw beautifully, I felt very proud and lucky." So friends, what is the moral of the story? We should always be thankful for what we are. Thank you. ഓക്കെ, വെൽ ഡൺ. ദെൻ തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ആരാണ്? Good morning, ma'am. Good Good morning, all of you. Today's thought: the bird is powered by its own life and by its motivation. APJ Abdul Kalam. ദെൻ ആക്ഷൻ സോങ്ങോ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ് ഓർ സ്റ്റോറി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ത് പറ്റി? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ക്ലാസ്സിൽ ആക്ഷൻ സോങ്ങും സ്റ്റോറിയും ഒക്കെ പറയണമെന്ന്. മാം, അത് സൈൻ ഇൻ ചെയ്യുമ്പോ അതാണ് സ്റ്റോറി രൂപത്തിൽ പറഞ്ഞത്. അതല്ലാതെ സ്റ്റോറി ആയിട്ട് വീണ്ടും പറയണമായിരുന്നോ? ആ, പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി പറയാം, പാട്ട് പാടാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഡാൻസ് വരെ കളിക്കാം. ഈ മൂന്നും അല്ലാതെ വേറെ നമ്മൾ എക്സ്ട്രാ വേറെ ചെയ്യാം. എക്സ്ട്രാ വേറെ ചെയ്യണം കേട്ടോ ക്ലാസ്സില്. ഓക്കെ, ആരും പ്രിപ്പയർഡ് അറിഞ്ഞില്ലായിരുന്നു. ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതായത് തലേ ദിവസം തന്നെ ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ആരൊക്കെയാണ് ഇപ്പോ സൈൻ ഇൻ ചെയ്യും, അതുപോലെ തന്നെ തോട്ട് ഓഫ് ദ ഡേ പ്രയർ ഒക്കെ പറയുന്ന കൂട്ടത്തില് 2-3 പേര് സ്റ്റോറിയോ ആക്ഷൻ സോങ്ങോ ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്യണമെന്നല്ല, കുറച്ച് 2-3 പേരൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം.
ഓക്കെ ഓക്കെ. ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ, ചെയ്തായിരുന്നോ? യെസ് മാം. മിസ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരാളൊന്ന് റീഡ് ചെയ്യാവോ? ശ്രുതി റിവ്യൂസ്. ശ്രുതി യെസ് മാം. റീഡ് ചെയ്യാവോ? Okay, miss. Vitamins, fat soluble vitamins. Vitamin A, retinol. Vitamin D, calciferol. Vitamin E, tocopherol. Vitamin K, psychoquinone. Water soluble vitamins. Vitamin B1, theanine. Vitamin B2, riboflavin. Vitamin B3, niacin. Vitamin B5, pantothenic acid. Vitamin B6, pyridoxine. Vitamin B7, biotin. Vitamin B9, folic acid. Vitamin B12, cyanocobalamin. സൈനോകോബാലമിൻ. Vitamin C, ascorbic acid. അസ്കോർബിക് ആസിഡ് കേട്ടോ. Okay, miss. വിറ്റാമിൻ B6 പിരിഡോക്സിൻ ആണ് കേട്ടോ. ഓക്കെ. ഒരാളും കൂടി ഒന്ന് റീഡ് ചെയ്യാമോ? വേറൊരാളും കൂടി. Fat soluble vitamins. Vitamin A, retinol. Vitamin D, calciferol. Vitamin കാൽസിഫെറോൾ. Vitamin E, tocopherol. Vitamin K, phylonferol. Water soluble vitamin. Vitamin B1, thiamine. Vitamin B2, riboflavin. Vitamin റൈബോഫ്ലാവിൻ കേട്ടോ. Okay. Vitamin B3, niacin. Vitamin B5, paltotonic. Vitamin B6, പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ്. paltotonic acid. Vitamin B6, pyridoxine. Vitamin പിരിഡോക്സിൻ. Vitamin B7, biotin. Vitamin B9, folic acid. Vitamin B12, cyanocobalamin. Vitamin C. ടീച്ചർ വൈറ്റമിൻ സി ഒക്കെ ഇതിൽ വരുന്നതാണോ? നമുക്ക് അതെ അതെ വരുന്നതാണ്. വൈറ്റമിൻ സി, ascorbic acid. Vitamin B10, para aminobenzo. Vitamin B11, salicylic acid. Vitamin B4, adenine. Vitamin F, essential fatty acid. Thank you. ഓക്കെ. ദെൻ ഒരാളും കൂടി ഒന്ന് റീഡ് ചെയ്യാമോ? ഞാൻ പറയട്ടെ മിസ്. വൈറ്റമിൻ എ, റെറ്റിനോൾ. വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ, ഫിലോക്വിനോൺ. വൈറ്റമിൻ B1, തയാമിൻ. വൈറ്റമിൻ B2, റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3, നിയാസിൻ. വൈറ്റമിൻ B5, പാൻറ്റോതെനിക് ആസിഡ്. വൈറ്റമിൻ B6, പിരിഡോക്സിൻ. വൈറ്റമിൻ B7, ബയോട്ടിൻ. വൈറ്റമിൻ B9, ഫോളിക് ആസിഡ്. വൈറ്റമിൻ 12, സയാനോകോബാലമിൻ. സയാനോകോബാലമിൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ദെൻ നെക്സ്റ്റ് വൺ. ഞാൻ വായിക്കട്ടെ മാം. ആരതി വായിച്ചോളൂ. വൈറ്റമിൻ എ, റെറ്റിനോൾ. വൈറ്റമിൻ ഡി, കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ, ഫൈലോക്വിനോൺ. വൈറ്റമിൻ B1, തയാമിൻ. വൈറ്റമിൻ B2, റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3, നിയാസിൻ. വൈറ്റമിൻ B5, പാൻറ്റോണിക് ആസിഡ്. വൈറ്റമിൻ B6, പിരിഡോക്സിൻ. വൈറ്റമിൻ B7, ബയോട്ടിൻ. വൈറ്റമിൻ B9, ഫോളിക് ആസിഡ്. വൈറ്റമിൻ B12, സൈനോകോബാലമിൻ. വൈറ്റമിൻ സി, ആസ്കോർബിക് ആസിഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. മാം ഞാൻ വായിക്കട്ടെ.
ജിഷ വായിക്കും. ജിഷ. Fat soluble vitamins. Vitamin A, retinol. Vitamin D, calciferol. Vitamin E, tocopherol. Vitamin K, phyllocone. Water soluble vitamins. Vitamin B1, thiamine. Vitamin B2, riboflavin. Vitamin B3, niacin. Vitamin B5, pantothenic. Vitamin Pantothenic acid. Okay. Vitamin B6, pyroxine. Vitamin B, pyridoxine. Okay. Vitamin B7, biotin. Vitamin B9, folic acid. Vitamin B12, cyanocobalamin. Cyanocobalamin. Vitamin C, ascorbic acid. Ascorbic acid. Okay. Then Vidya. വായിക്കട്ടെ. ഫാറ്റ് സോളബിൾ വിറ്റാമിൻസ്: വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ വിറ്റാമിൻ എ ഫിലോനോൾ. വാട്ടർ സോളബിൾ വിറ്റാമിൻസ്: വിറ്റാമിൻ സി അബ്സോർബിക് ആസിഡ്, വിറ്റാമിൻ ബി1 തയാമിൻ, വിറ്റാമിൻ ബി2 റൈബോഫ്ലാവിൻ, വിറ്റാമിൻ ബി3 നിയാസിൻ, വിറ്റാമിൻ ബി5 പാന്തോഥനിക് ആസിഡ്, വിറ്റാമിൻ ബി6 പിരിഡോക്സിൻ, വിറ്റാമിൻ ബി7 ബയോട്ടിൻ, വിറ്റാമിൻ ബി9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ ബി12 കോബലാമിൻ. Then next one. Ma'am, fat soluble vitamins: vitamin A, retinol. Vitamin D, calciferol. Vitamin E, tocopherol. Vitamin K, phylloquinone. Water soluble vitamins: vitamin B1, thiamine. Vitamin B2, riboflavin. Vitamin B3, niacin. Vitamin B5, pantothenic acid. Vitamin B6, pyridoxine. Vitamin B7, biotin. Vitamin B9, folic acid. Vitamin B12, cyanocobalamin. Vitamin C, ascorbic acid. Okay. Then next one. വിറ്റാമിൻ എ ലന ലക്ഷ്മി പറയൂ. അത് കഴിഞ്ഞിട്ട് പറയാം. ലന. വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ പിലോക്യുനോൺ, വിറ്റാമിൻ ബി1 വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ, വിറ്റാമിൻ ബി1 തയാമിൻ, വിറ്റാമിൻ ബി2 റിബോഫ്ലാവിൻ, വിറ്റാമിൻ ബി3 നിയാസിൻ, വിറ്റാമിൻ ബി5 പാന്തോഥെനിക് ആസിഡ്, വിറ്റാമിൻ ബി6 പിരിയോഡിക്സിൻ, വിറ്റാമിൻ പിരിഡോക്സിൻ, വിറ്റാമിൻ ബി7 ബയോട്ടിൻ, വിറ്റാമിൻ ബി9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ 12 സൈനോകോബാലമിൻ, വിറ്റാമിൻ സി ആസ്കോർബിക് ആസിഡ്. Okay. Arsu Nawaz. Good morning, ma'am. Fat soluble vitamin A retinol, vitamin D calciferol, vitamin E tocopherol, vitamin K phylloquinone, water soluble B1 thiamine, B2 vitamin B2 riboflavin, vitamin B3 niacin, vitamin B5 pantothenic acid, vitamin B6 pyroxine, vitamin B7 biotin, vitamin B9 folic acid, vitamin B12 cobalamin, vitamin C ascorbic acid. Then next one. പറയട്ടെ. പറഞ്ഞോളൂ. Vitamins and their chemical names: vitamin A retinol, vitamin D calciferol, vitamin E tocopherol, vitamin B1 thiamine, vitamin B2 riboflavin, vitamin C
vitamin 3 niacin, vitamin B5 pantothenic acid, vitamin B6 pyridoxine, vitamin B7 biotin, vitamin B9 folic acid, vitamin B12 cyanocobalamin, vitamin C ascorbic acid. ഓക്കെ, ആയിഷ ഒന്നും കൂടി ഒന്ന് നിർത്തി ഓരോന്നായിട്ട് പറയണം കേട്ടോ. എല്ലാവരും ഞാൻ പറയുന്നതും ആയിഷ പറയുന്നതും ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? പറഞ്ഞോട്ടെ. ആയിഷ ഒരു സെക്കൻഡ് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ വായിച്ചേ. വൈറ്റമിൻ എ റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ ആണ് കേട്ടോ. വൈറ്റമിൻ എ റെറ്റിനോൾ. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്നാണ് കേട്ടോ. കാൽസിഫെറോൾ. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ B1 തൈമിൻ. വൈറ്റമിൻ B1 തയാമിൻ. തയാമിൻ. ഓക്കെ, വൈറ്റമിൻ B1 തയാമിൻ. ഓക്കെ, വൈറ്റമിൻ B2 റിബോഫ്ലാവിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ. ഓക്കെ, ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? റൈബോഫ്ലാവിൻ. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ B3 നിയാസിൻ. വൈറ്റമിൻ B3 നിയാസിൻ. നിയാസിൻ. ഓക്കെ, വൈറ്റമിൻ B5 പാന്തോതെനിക് ആസിഡ്. വൈറ്റമിൻ B5 ആണ് പാന്റോതെനിക് ആസിഡ്. പാന്റോതെനിക് എന്നാ പറയാ കേട്ടോ. പാന്റോതെനിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് വൈറ്റമിൻ B6 പൈറിഡോക്സിൻ. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ. ഓക്കെ, പിരിഡോക്സിൻ ആണ് കേട്ടോ. അതിനെ പറയാം. ഓക്കെ, വൈറ്റമിൻ B7 ബയോട്ടിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ ആണ്. ബയോട്ടിൻ. ഓക്കെ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്. അതെല്ലാവർക്കും ഒരുവിധം അറിയാമെന്ന് തോന്നുന്നു. കാരണം പ്രഗ്നൻസി സമയത്ത് നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു ഇതാണ്, വൈറ്റമിൻ ആണ് വൈറ്റമിൻ B9 അഥവാ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ B12 സയാനോകോബലാമിൻ. വൈറ്റമിൻ B12 സയനോകൊബാലമിൻ. സയനോകൊബാലമിൻ. ഓക്കെ, വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പോ എല്ലാവരും ഒക്കെ എഴുതി. പിന്നെ പ്രൊനൗൺസിയേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ എഴുതുമ്പോൾ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഒരുവിധം എല്ലാവരും തന്നെ വായിച്ചു. പക്ഷെ മിക്ക ആളുകളും പ്രൊനൗൺസിയേഷൻ തെറ്റിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ കൊണ്ട് വായിപ്പിച്ചത്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടല്ലോ? എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എന്താണെന്ന്? ഓക്കെ, എഴുതുമ്പോ ശ്രദ്ധിക്കാം. അറിയാത്ത വേർഡുകളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ വേർഡുകളൊക്കെ നമ്മൾ പഠിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി പ്രൊനൗൺസിയേഷനിൽ. അപ്പൊ അതിനകത്ത് വന്നോളൂ. അപ്പൊ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അറിയുന്നില്ലെങ്കിൽ, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ടെക്സ്റ്റിന്റെ മീതെയോ അല്ലെങ്കിൽ നമ്മളുടെ നോട്ടിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളതല്ലേ. അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക കേട്ടോ, വേർഡ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ. ഓക്കെ, സമയമുണ്ട്, പേടിക്കേണ്ട ആരും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം അല്ലെ? കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? നമ്മള് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് കുറെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. യൂണിറ്റ് 3 ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്.
ഫസ്റ്റ് പേജിൽ ആ 2 പാരഗ്രാഫ് റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഐഷ വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തായിരുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, ഉച്ചത്തിലൊന്ന് വായിച്ചേ. വായിക്കാമോ? വായിക്കാം. Food nutrition and balanced diet. The growing children required healthy food for their proper development. Preschool children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. The foods they eat should provide energy and nutrients in a compact form. In the lack of the required measure of nutrients, the child face incapability to cope with the situation which his age demands. Therefore, both the parents and teachers must see that children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins and minerals and vitamins. Okay. Then Bismi, ഒന്ന് read ചെയ്തേ first paragraph. The growing children require healthy food for their proper development. Preschool children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. The food they eat should provide energy and nutrient in a compact form. In the lack of the required measure of nutrients, the children face incapability of cope with the situation which his age demands. Therefore, both the parents and teachers must see that children
get the food required for their growth and power. They should be given food which is wealthy in carbohydrate, proteins, and minerals and vitamins. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മലയാളത്തില്? വിസ്മയ. വളരുന്ന കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫുഡാണ് അവരുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നത്. പ്രീ സ്കൂൾ ചിൽഡ്രൻസ് നീഡ് ഗെറ്റ് ലോട്ട്സ് ഓഫ് പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഏജിലുള്ള കുട്ടികൾക്ക് ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയ എനർജി ഫുഡാണ് അവരുടെ വളർച്ചയ്ക്കും അവരുടെ എളുപ്പകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ബട്ട് അവരുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ചെറുതാണ്, അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഫുഡ് ഷുഡ് പ്രൊവൈഡ് എനർജി ന്യൂട്രിയൻസ്. അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ന്യൂട്രിയന്റും എനർജിയും ഉള്ള ഒരു കോമ്പാക്ട് ഫോമിലായിരിക്കണം അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അതിൽ അവർക്ക് അവരുടെ മെഷർ ഓഫ് ന്യൂട്രിയൻസ് മെഷർ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അവരുടെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് അവർക്ക് ഓരോ ന്യൂട്രിയൻസ് ഓരോ മെഷറായിട്ട് അവർക്ക് ആവശ്യം വരുന്നു. ഓക്കെ, ശ്രദ്ധിക്കൂ കേട്ടോ. ആദ്യം ഞാൻ വായിച്ചു തരാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശ്രദ്ധിച്ചിരിക്കുക. The growing children require healthy food for their proper development. Preschool children need to get lots of nutrients and energy from their food as they are growing and developing speedily as they have small stomachs. The foods they eat should provide energy and nutrients in a compact form. In the lack of the required measure of nutrients, the child faces incapability to cope with the situation which his age demands. Therefore, both the parents and the teachers must see that children get the food required for their growth and power. They should be given food which is wealthy in carbohydrates, proteins, and minerals and vitamins. ഞാൻ വായിച്ചത് കേട്ടോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞോട്ടെ? ഒന്നും കൂടി വായിക്കണ്ടല്ലോ? ഏതെങ്കിലും വേർഡ് ഫെമിലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ, അതിന്റെ പ്രൊനൗൺസിയേഷൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഗ്രോയിങ് ചിൽഡ്രൻ, വളരുന്ന കുട്ടികൾക്ക് അവരുടെ ശരിയായിട്ടുള്ള ഡെവലപ്മെന്റിന് ആരോഗ്യകരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജിലും എന്താണ്, കുഞ്ഞുങ്ങൾ വളർന്ന് വരുവാണ് അല്ലെ. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന തൂക്കവും അതുപോലെ തന്നെ ആ ഒരു വലിപ്പവും ആയിരിക്കില്ല പിന്നീട് ഓരോ സ്റ്റേജിലും വലുതാവുന്നതിനനുസരിച്ച്, ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്താവശ്യമാണ്? അവരുടെ ഡെവലപ്മെന്റിന് എന്താണ് ആവശ്യം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രീ സ്കൂൾ കുട്ടികളാണെങ്കിൽ, അതായത് ഇപ്പോ KG സെഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള കുട്ടികൾ, അതായത് അതില് മേലെയുള്ള കുട്ടികൾ, അതായത് 3 വയസ്സ് വരെയുള്ള 3 ഏജ്, അതായത് 3 ഇയർ ഓൾഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പ്രീ സ്കൂൾ എന്നാണ് പറയാ അവരെ. പ്രീ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ധാരാളം ന്യൂട്രിയൻസും അതുപോലെ തന്നെ എനർജിയും ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ പ്രീ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ അവർക്ക് എന്ത് വേണം? അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം ന്യൂട്രിയൻസും അതുപോലെ തന്നെ എന്താണ് എനർജിയും കിട്ടേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ചെറിയ സ്റ്റൊമക്ക് ആണ്. ചെറിയ സ്റ്റൊമക്ക് ആവുമ്പോൾ എന്താണ് പ്രത്യേകത? പെട്ടെന്ന് ദഹിക്കുന്ന ഡൈജസ്റ്റ് ആകുന്ന ഭക്ഷണം അല്ലേ നമ്മൾ കൊടുക്കുക കുട്ടികൾക്ക്? ആണോ?
അതായത് ഹെവി ഫുഡ് അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലും കൊടുക്കുക അല്ലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്. നമുക്കറിയാം കുറുക്ക് രൂപത്തിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ പല വിധത്തിൽ എന്ത് ചെയ്യാറുണ്ട്, കോമ്പാക്ട് ഫോം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. അതായത് ലിക്വിഡ് ഫോമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നേ, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നേ? കോമ്പാക്ട് ഫോമിൽ കൊടുക്കുന്നത് എന്തിനാ? എളുപ്പത്തില് എളുപ്പത്തിന് ദഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ചെറിയ സ്റ്റൊമക്ക് ആണെന്ന് പറഞ്ഞു, അപ്പൊ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവേണ്ട ഭക്ഷണമാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ എനർജി അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് എനർജി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കുട്ടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ അവരുടെ സ്ട്രെങ്തിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് മാതാപിതാക്കള്, പാരന്റ്സും ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ആസ് എ പാരന്റ് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത്, കുട്ടികൾക്ക് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ആ ഫുഡിൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം അല്ലെ, എനർജി കൊടുക്കുന്ന കണ്ടന്റുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? അത് പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ചേർന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡില് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ രാവിലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, രാവിലെ 2 ഇഡലി കൊടുത്തു, അതിന്റെ കൂടെ സാമ്പാർ കൊടുത്തു, ഒരു ബോയിൽഡ് എഗ് കൊടുത്തു, കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് റോ ആയിട്ട് കൊടുത്തു. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണെന്ന് പറയാൻ പറ്റില്ലേ നമുക്ക്? പറ്റുമല്ലേ? പക്ഷെ അങ്ങനെ കഴിക്കാറുണ്ടോ കുഞ്ഞുങ്ങള്? കൊടുത്ത എത്ര പേരുണ്ട്? എന്താണ് ജിൻസി? എന്റെ മോനൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പൊ വലിയ കുട്ടിയായി, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തേനും അന്നേരം സ്കൂളിൽ കൊടുത്തു വിടും. ടീച്ചേഴ്സ് ആയിരിക്കും എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അതെ, ഓക്കെ. അപ്പൊ നമ്മള് കഴിക്കുന്ന ഫുഡിലായാലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതി കൊണ്ടുവരിക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പേരല്ല നമ്മൾക്ക് ആദ്യം വരേണ്ടത്. അതായത് ഇഡലി, സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇഡലി എടുത്താൽ അത് കാർബോഹൈഡ്രേറ്റ് ആണ്, സാമ്പാർ എടുത്താൽ അത് അതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എഗ് എടുത്താൽ അത് പ്രോട്ടീൻ ആണ്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫുഡിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഓവറോൾ നമ്മുടെ ഹെൽത്തില് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മളങ്ങനെ ഓരോ കാര്യവും ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ ഇത് പ്രോട്ടീൻ, ഇത് കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കി, മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്തു നോക്കോ? ഉച്ചയ്ക്കായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ചോറെടുത്തു, കുറച്ച് കറി എടുത്തു, കുറച്ച് കുക്കുമ്പർ, ക്യാരറ്റ് ഒക്കെ അരിഞ്ഞു വെച്ചു. അപ്പൊ നമ്മൾ ഓരോന്നും അതിന്റെ പേരല്ല നോക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളാണ് അതിന് നമുക്ക് കിട്ടുന്നത്. ചോറിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ ഉണ്ടെങ്കിൽ ഫാറ്റ് കിട്ടുന്നുണ്ട്, കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് സാലഡിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും അതുപോലെ നമ്മുടെ ലൈഫിലും അനേകം മാറ്റങ്ങളാണ് ഉണ്ടാവുക. അതിനെയാണ് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണല്ലോ? ദെൻ സെക്കൻഡ് പാരാഗ്രാഫ് ആരാണ് വായിക്കുക? സെക്കൻഡ് പാരാ ജിൻസി വായിക്കും. ജിൻസി രാജീവ് എന്നാണ് അല്ലെ? Is highly required for the normal function of the human body and presentation of its health. The input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ നോർമൽ ഫങ്ഷൻ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിക്ക് നമുക്ക് ഹൈലി പ്രോട്ടീൻ എല്ലാം റിക്വയർഡ് ആയ ഫുഡുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. കുട്ടികൾ
എല്ലാണോ ഹ്യൂമൻ എല്ലാരും ചേർന്നാണോ ചേർത്തി പറയാമോ? ഒരു മിനിറ്റ് ജിൻസ്, വേറൊരാളെ കൊണ്ട് ഞാൻ വായിപ്പിക്കട്ടെ കേട്ടോ. ആരാണ്? വിദ്യ. ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. Though food is highly required for the normal function of the human body and of its health, input of excessive quantities of food will do more good. Therefore, it has to regulate the input. The quantity eaten is calculated in calories. The quantity required depends on various weight, amount of muscular work in person, does, age, sex, climate, etc. The process by which food is used in the body is called metabolism. എക്സ്പ്ലെയിൻ ചെയ്യാമോ വിദ്യ? കേൾക്കുന്നില്ലല്ലോ വിദ്യ. Yes, ma'am. എക്സ്പ്ലെയിൻ ചെയ്യാമോ വിദ്യക്ക്? എക്സ്പ്ലെയിൻ ചെയ്യാം മാം. മനുഷ്യ ശരീരത്തില് ഫുഡ് മനുഷ്യ ശരീരത്തിൽ നമുക്ക് ഫുഡ് ആവശ്യമാണ്. ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഇത്ര അളവില് ഫുഡ് കഴിക്കണമെന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കലോറീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണം. നമ്മുടെ ഏജിനനുസരിച്ചിട്ടും നമ്മുടെ സെക്സിനനുസരിച്ചും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ ഫുഡ് അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം. പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അല്ല മാം, ഞാൻ ക്ലാസ് ലീവ് ചെയ്യാണ്, എനിക്ക് വേറെ പോവാനുണ്ടായിരുന്നു. ഓക്കെ മാം. ഓക്കെ, അതായത് ഞാനൊന്ന് വായിക്കാം ഇതാദ്യം. Though food is highly required for the normal function of the human body and preservation of its health, the input of excessive quantities of food will do more harm than good. Therefore, every human being has to regulate the input of food. The quantity of food eaten is calculated in calories. The quantity required depends upon various factors such as weight, amount of muscular work the person does, age, sex, climate, etc. The process by which food is used in the human body is called metabolism. Okay. അതായത് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്കും മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യത്തിനും ഭക്ഷണം ആവശ്യമാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അതായത് അവന്റെ പ്രോപ്പർ, അതായത് ഒരു മനുഷ്യന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ അവന്റെ ഹെൽത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. പക്ഷെ അമിതമായിട്ടുള്ള അളവിൽ അല്ലെ, എക്സസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയില് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിക്കേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അമിതമായ അളവിൽ, അതായത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വാരി വലിച്ച് കഴിക്കരുത്. അല്ലെങ്കിൽ വിശക്കുന്നു എന്ന് പറഞ്ഞ ഏത് നേരവും നമ്മൾ ഭക്ഷണം കഴിക്കരുത്. അതിനെയാണ് അമിതമായ അളവിൽ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായിട്ടുള്ള അളവില് കൃത്യസമയത്തായിരിക്കണം. ആ ഒരു പാറ്റേൺ നമ്മൾ പിന്തുടർന്ന് വന്നു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും ഓവർ ഈറ്റിംഗ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല അല്ലെ. പക്ഷെ തോന്നുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾക്ക് എക്സസീവ് ക്വാണ്ടിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അമിതമായിട്ടുള്ള അളവില് ഭക്ഷണം കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതിനാൽ ഓരോ ആളുകളും ഭക്ഷണം കൺട്രോൾ ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം. ഫുഡ് എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ അളവ് നമ്മൾ പറയുന്നത് കലോറിയിലാണ് അല്ലെ. നമ്മൾക്ക് ഒരു ദിവസം ഇത്ര കലോറിയാണ്, ഇത്ര കലോറിയിൽ കൂടുതലാകാനായിട്ട് പാടില്ല. കലോറി കൂടുമ്പോഴാണ് നമ്മൾ ഓവർ വെയിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ആ കലോറി അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഓരോ സാധനത്തിനും കലോറി ഉണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്ന എന്തൊക്കെ സാധനത്തിനാ കലോറി ഉള്ളത്? കൂടുതൽ കലോറി, എല്ലാരും കൂടുതൽ കഴിച്ചാൽ കലോറി കൂടുതലാകും അല്ലെ, അങ്ങനെയല്ലേ? ഇപ്പൊ ചോറ് നമ്മൾ ഒരു പ്ലേറ്റ് മൊത്തം എടുക്കുവാണെങ്കിൽ അതിന്റെ കലോറി എന്ന് പറയുന്നത് കൂടുതലാ. ഇപ്പൊ ചപ്പാത്തി 5 എടുക്കുവാണെങ്കിൽ അതിന്റെ കലോറി എന്ന് പറയുന്നത് കൂടുതലാ. ചായ ഒരു ദിവസം 5 എണ്ണം കഴിക്കുവാണെങ്കിൽ അതിന്റെ കലോറി എന്ന് പറയുന്നത് കൂടുതലാ. ഓക്കെ, അപ്പൊ ഓരോ സാധനത്തിനും നമ്മളെ ഓരോ, പിന്നെ വെള്ളത്തിന് കലോറി ഇല്ല കേട്ടോ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള കലോറി ഇല്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന കലോറി? നിങ്ങൾ ഒരു രാവിലെ ഒരു ചായ കുടിച്ചു എന്ന് വിചാരിക്കുക. മധുരമുള്ള ഒരു ചായ കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ 21 കലോറിയാണ് കിട്ടുക. ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് ഷുഗർ ഇട്ടിട്ടുള്ള ഒരു ചായയാണ് കുടിക്കുന്നതെങ്കിൽ 21 കലോറി കിട്ടും. ഷുഗർ ഇടാത്ത ചായ ആണെങ്കിൽ 10 കലോറിയാണ് കിട്ടുക. കട്ടൻ ചായ ആണെങ്കിൽ കേട്ടോ. ഷുഗർ ഇടാത്ത പാലിച്ചായ ആണെങ്കിൽ 15 കലോറിയാണ് കിട്ടുക. അങ്ങനെ ഓരോന്നിനും, അതായത് നമ്മൾ ഷുഗർ ഇടുന്നതിനനുസരിച്ച് കലോറിയിൽ വ്യത്യാസം വരും. അതുപോലെ ചോറിനുണ്ട്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ചോറിന് കലോറി ഉണ്ട്, അതുപോലെ ചപ്പാത്തിക്കുണ്ട്, നമ്മൾ കഴിക്കുന്ന കറികൾക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ ലിമിറ്റഡ് ആക്കണം. പിന്നെ നമ്മൾ കഴിക്കുന്ന, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതാണ്, വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ പറയുന്നതാണ് കുക്കുംബർ കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക, ആപ്പിൾ കഴിക്കുക. അതൊക്കെ ലോ കലോറിയാണ്, കലോറി കുറവാണ്. ആപ്പിളിനൊക്കെ എന്ന് പറഞ്ഞാൽ കലോറി ഉണ്ട്, പക്ഷെ കലോറി കുറവാണ്, വളരെ കുറവാണ്. അതുപോലെ കുക്കുംബർ, അത് നമ്മളെ ഡീഹൈഡ്രേഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും അല്ലെ. വാട്ടർ കണ്ടന്റ് ഉള്ളതാണ് അതിനകത്ത് കൂടുതലും, അതുകൊണ്ട് തന്നെ അതിന് കലോറി കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വയറ് ഫില്ലായത് പോലെ തോന്നും അല്ലെ. തോന്നാറുണ്ടോ? കുക്കുംബറൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടല്ലേ, ഫില്ലിംഗ് ആണ്. ഓക്കെ, പിന്നെ പല പല സ്മൂത്തീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് അടങ്ങുന്ന നമ്മൾ പല കാര്യങ്ങളും ആഡ് ചെയ്യും അല്ലെ. അതിനൊക്കെ ഓരോ കലോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പക്ഷെ ലോ കലോറിയിലുള്ളതാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കലോറി അളവ്, അതിന്റെ കലോറി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കലോറിയിലാണ് നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് കലോറി എന്ന് പറയുന്നത്. സാധാരണ, അതായത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഒരു വ്യക്തിക്ക് 2000-2200 കലോറി വരെ ഒരു ദിവസം കഴിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിലും പക്ഷെ അതിനകത്ത് ചില വേരിയേഷൻസ് വരാറുണ്ട്. അതായത് ഒരാളുടെ ഭാരത്തിനനുസരിച്ച് അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരും. ഓക്കെ, ഇപ്പൊ വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഭാരം കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. ആണോ? ശരിയാണോ? അതെ, വിശപ്പ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ അതിനകത്ത് വ്യത്യാസം വരും. ഓക്കെ, ഭക്ഷണത്തിന്റെ അളവിൽ അതിനനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ പ്രവൃത്തി, അതായത് ഒരാൾ ചെയ്യുന്ന വർക്ക്. ഇപ്പൊ നമുക്കറിയാം നന്നായിട്ട് പണിയെടുക്കുന്ന ആളുകളുണ്ട് അല്ലെ. പാടത്ത്, കൃഷി സ്ഥലത്ത് പണിയെടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കറിയാം ധാരാളം ഹിന്ദിക്കാരൊക്കെ നമുക്കറിയാം അല്ലെ. അവർക്ക് നന്നായിട്ട് പണിയെടുക്കുന്നില്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പണിയെടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അധികം വെയിറ്റ് ഉണ്ടാവില്ല അല്ലെ. ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ജോലി എടുക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അവരുടെ പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ അവരുടെ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. അതിനകത്ത് അധികമായിട്ട് വണ്ണമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഭൂരിഭാഗം പേരും മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഫുഡ് പാറ്റേൺ വേറെയാണ്. അതുപോലെ തന്നെ അവര് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്, അതായത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവര് ജോലി എടുക്കുവാണ്, വേർക്കുവാണ് അവര്. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന ഫുഡ് ബേൺ ചെയ്ത്, ഫാറ്റ് ബേൺ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ഒരാളുടെ പ്രവൃത്തി, ഇപ്പോ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും കൃഷിസ്ഥലത്ത് പണി എടുക്കുന്ന ഒരാൾക്കും കലോറിയിൽ വ്യത്യാസം വരാം. കാരണം നന്നായി അധ്വാനിക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഭക്ഷണം ഇൻടേക്ക് ചെയ്യേണ്ടി വരും. അത്രയും ഭക്ഷണം ആര് കഴിക്കണ്ട? കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആള് കഴിക്കണ്ട. ശരിയാണോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജോലി അനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരാം. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഇപ്പൊ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ
ഇരുന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കാന്നുള്ളതാണ് അല്ലെ. അപ്പൊ എനിക്ക് അധികമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഞാൻ ഒരു സ്ഥലത്ത് കൃഷി സ്ഥലത്ത് നിന്ന് ജോലി എടുക്കുവാണെങ്കിൽ എനിക്ക് അവിടെ അതിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് എന്റെ ഫാറ്റ് ബേൺ ആവുകയും അതുപോലെ തന്നെ എനിക്ക് വിശപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എനിക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വന്നേക്കാം. അപ്പോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തിന്റെ പാറ്റേണിൽ മാറ്റം വരാം. അതുപോലെ തന്നെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചില ആളുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചില വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം അവര് തീരെ കഴിക്കുന്നത് അല്ലേ? ആണോ? കുറവാണോ കഴിക്കുന്നത്? കുറച്ചേ കഴിക്കുള്ളൂ. കുറച്ചേ കഴിക്കുള്ളൂ. കാരണം അവരുടെ പ്രായത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുവാണ്. കാരണം അവരുടെ സ്റ്റൊമക്കിന് അത്രയും വേണ്ട ഭക്ഷണം അവരുടെ പ്രായത്തിനനുസരിച്ച് മാറ്റം വരും. ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലെ ചിലപ്പോ നന്നായിട്ട് നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന ആളായിരിക്കാം. പക്ഷെ നമ്മളിപ്പോ ഒരു 30 കഴിഞ്ഞ് ഒരു 40 എത്തി നിൽക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ചോക്ലേറ്റിനോടൊരു ക്രേവിങ്സ് തോന്നില്ല. ശരിയാണോ? മാറ്റം വരില്ലേ? അതായത് ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഭക്ഷണത്തിന്റെ പാറ്റേൺ മാറി നമ്മുടെ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ പാറ്റേണില് ഭക്ഷണത്തിന്റെ അതായത് ഫുഡ് പാറ്റേണില് വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ജെൻഡറിൽ നമ്മൾ പറയുന്നത് മെയിൽ ഓർ ഫീമെയിൽ, അതായത് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ കുറച്ചും കൂടി കായിക അധ്വാനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡില് കുറച്ച് മാറ്റങ്ങളുണ്ട്. അതായത് സ്ത്രീകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർ കഴിക്കും. ശരിയാണോ? നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. അതെ അതെ ആണല്ലേ? അതായത് ഒരു സ്ത്രീ കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ആര് കഴിക്കും? പുരുഷന് കഴിക്കും. അപ്പൊ അത് അവന്റെ മസിൽ അതുപോലെ തന്നെ അവന്റെ അതായത് ബോഡി നേച്ചർ അതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരുടെയും ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ഒരേപോലെയല്ല. അപ്പൊ സ്ത്രീകളെക്കാൾ കൂടുതൽ ആഹാരം പുരുഷന്മാർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജെൻഡർ ബേസില് ഫുഡില് വ്യത്യാസം വരുന്നതാണ് കേട്ടോ. തന്നെ അതുപോലെ തന്നെ ക്ലൈമറ്റ് എങ്ങനെയാണ് ഫുഡ് പാറ്റേണെ ബാധിക്കുന്നത്? എങ്ങനെയാ കാലാവസ്ഥ? തണുപ്പുള്ളപ്പം വിശപ്പ് കൂടുതലാ. തണുപ്പുള്ളപ്പോ വിശപ്പ് കൂടും, ശരിയാണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ചൂടെടുക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ദാഹം തോന്നില്ലേ? വെള്ളം കുടിക്കുന്നത് ഫുഡ് അധികം കഴിക്കത്തില്ല. കഴിക്കാനായിട്ട് തോന്നുന്നല്ലേ? പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ക്ലൈമറ്റിനനുസരിച്ച് ഫുഡിൽ വ്യത്യാസം വരും. അതായത് നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ തണുപ്പാണ്. അപ്പൊ അവിടെ ആ ക്ലൈമറ്റ് അനുസരിച്ച് അവര് പ്രിഫർ ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് റൈസിനേക്കാളും. ശരിയാണോ? അതെ. നമ്മുടെ ഇവിടെ മിക്സഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പരമ്പരാഗതമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ചോറ് എന്ന് പറയുന്നത്. നമ്മൾ അതൊരിക്കലും അത് വിട്ട് ഒരു കളി നമുക്കില്ല. ചോറ് വിട്ടൊരു കളി നമുക്കില്ല. അത് തന്നെയാണ് നമ്മൾ എവിടെ നിന്ന് നമ്മൾ വന്നാലും. ഇപ്പൊ വിദേശത്തൊക്കെ പോയി വരുന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ടല്ലോ. ഈ കുറെ നാള് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേ ചോറും മീൻകറിയും സാമ്പാറും തോരനും അവിയലൊക്കെ കൂട്ടി തിരുന്ന ആ ഒരു ഫീല് ലോകത്ത് എവിടെ നിന്നും നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കിട്ടില്ല. ശരിയാണോ? ഞാനിപ്പോ വിദേശത്ത്. അതെ അല്ലെ? ഓക്കെ. അപ്പൊ ആ ഒരു അതായത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് എന്ത് വരാം? ഫുഡില് വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഒരാളുടെ വെയിറ്റ്, 2 ഒരാളുടെ വർക്ക്, പിന്നെ ഏജ്, അതുപോലെ ജെൻഡർ, ക്ലൈമറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അല്ലേ? പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തില് ഭക്ഷണം യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് മെറ്റബോളിസം എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ബോഡിയില് ഭക്ഷണം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അതിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അതായത് മെറ്റബോളിസം കൂടുതലുള്ള ആളുകൾക്ക് വിശപ്പ് കുറവായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? മെറ്റബോളിസം കൂടുതൽ ഉണ്ടെങ്കിൽ വിശപ്പ് കുറവായിരിക്കുള്ളൂ. ഇത് മെറ്റബോളിസം കുറവാണെങ്കിൽ വിശപ്പ് കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ മെറ്റബോളിസത്തെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കധികം വിശപ്പ് അനുഭവപ്പെടില്ല. എത്ര പേർക്ക് എപ്പോഴും വിശക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്?
ഇപ്പോഴും വിശക്കും അല്ലെ? മെറ്റബോളിസം കുറവായതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും വിശപ്പ് വരുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോ വേറെ എന്തെങ്കിലും എന്താ പറയാ വേറെ ഹോർമോണൽ ഇംബാലൻസോ അങ്ങനെയുള്ളപ്പോഴും ഈ മെറ്റബോളിസത്തിന്റെ ലെവല് ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ തൈറോയ്ഡ് പോലുള്ള ഇഷ്യൂസ് ഉള്ളവരിൽ അല്ലെങ്കിൽ PCOD, PCOS അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളവരിലും മെറ്റബോളിസം കുറവായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മെറ്റബോളിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പലവിധ പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ മാം, ഈ ഗ്രീൻ ടീ ശരിക്കും കുടിക്കരുത് കേട്ടോ. ഗ്രീൻ ടീ കുടിക്കരുത്, എന്താണ്? ഈ തേയിലക്കൊക്കെ ഭയങ്കര വിഷം അടിച്ചു കൊടുക്കുന്നത്. വിഷം അടിച്ചു കൊടുക്കണം അല്ലേ? നമ്മൾ ഇടുക്കിയിലല്ലേ, നമുക്ക് തേയില ഏലമൊക്കെ ഭയങ്കര വിഷമരുന്നുകളാണ് ഈ അടിച്ചു കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുടിക്കരുത്. ആ ഇല അങ്ങനെ ഉണങ്ങിയല്ലേ കിട്ടുന്നേ. അതെ അതെ ശരിക്കും അത് ഉപയോഗിക്കരുത് ആക്ച്വലി. ഉപയോഗിക്കരുത് അല്ലേ? ചില ആളുകൾ പറയുന്നുണ്ട് അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഒരു കൂട്ടർ പറയുന്നത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ശരിക്കും നമുക്കിവിടെ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ഇതൊക്കെ നന്നാവാൻ വേണ്ടിട്ട് വിഷം നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏലക്കായ ആണേലും അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെയാണ് അല്ലേ? ശരിയാണ്. ഓക്കെ ഓക്കെ ടീച്ചർ, താങ്ക് യു അറിവ് ഷെയർ ചെയ്തതിന്. ഓക്കെ ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് ഇങ്ങനെ നമ്മുടെ മെറ്റബോളിസം ഏറ്റവും നല്ലത് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാല് മെറ്റബോളിസം ഇൻക്രീസ് ആവും, മെറ്റബോളിസം ബൂസ്റ്റപ്പ് ആവും ആ സമയത്ത്. അപ്പൊ നമുക്ക് അധികം വിശപ്പോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ നോക്കുക. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ് ആണ് കേട്ടോ. ഫുഡിനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ നിങ്ങള് എന്തൊക്കെയാ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? എനർജി സപ്ലൈസ്, ബോഡി ബിൽഡേഴ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. എനർജി സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എനർജി സപ്ലൈസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഊർജം വിതരണം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നതാണോ? ആണോ? നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നതാണോ? ഉന്മേഷം ലഭിക്കുന്ന ഫുഡുകള്. എന്താണ്? ഉന്മേഷം, ജോലി ചെയ്യാനൊക്കെ ഉള്ള ഉന്മേഷം ലഭിക്കുന്ന ഫുഡുകൾ, എനർജി. ജോലി ചെയ്യാനായിട്ട് ഉന്മേഷം ലഭിക്കുന്ന ഫുഡുകൾ. ഓക്കെ, എനർജി സപ്ലൈസ്. പിന്നെ ഇതൊന്ന് വായിച്ച് നിങ്ങൾ താഴത്തെ എനർജി സപ്ലൈസ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഞാൻ വായിക്കട്ടെ. വിദ്യ വായിച്ചോളൂ. Energy suppliers. Energy suppliers a significant part of our body. Wheat, maize, starchy vegetables, pulses, sugarcane, jaggery, butter, ghee, etc. are some examples of this type of food. These foods supply energy to the body and keep it warm and active. എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിന്റെ ചിത്ര എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ചിത്ര, നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഈ എനർജി സപ്ലൈയേഴ്സ്. പിന്നെ ഗോതമ്പ്, അന്നജം അടങ്ങിയ പച്ചക്കറികളിൽ പയർവർഗ്ഗങ്ങള്, കരിമ്പ്, പിന്നെ നെയ്യ് തുടങ്ങിയ ഇത്തരം ഭക്ഷണങ്ങളിൽ അതൊക്കെ അതിന്റെ എനർജി എക്സാമ്പിൾസ് ആണ്. ഈ ഭക്ഷണ ശരീരത്തിൽ ഊർജം നൽകുകയും ശരീരത്തിന്റെ ചൂടും നിലനിർത്തുകയൊക്കെ ചെയ്യുന്നു. അതായത് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്, ഞാനൊന്ന് ആദ്യം വായിക്കാം. എനർജി സപ്ലൈസ് form a significant part of our body. Wheat, maize, starchy vegetables, pulses, sugarcane, jaggery, butter, ghee, etc. are some examples of this type of food. This food supply energy to the body and keep it warm and active.
അതായത് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ്. അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണെന്ത് എനർജി സപ്ലൈസ് എന്ന് പറയുന്നത്. ഇത് നമ്മളെ ഒരു ദിവസം ആക്റ്റീവ് ആയിട്ട് ഇരുത്താനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മളെ ആക്റ്റീവ് ആയിട്ട് ഇരുത്തുന്ന ഘടകം ഏതാണ്? ഉറക്കം തൂങ്ങിയല്ലാതെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ട് നമ്മളെ ഇരുത്താൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റം ഏതാ? ഏതാ പറയൂ? എനർജി സപ്ലൈയേഴ്സ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാർബോഹൈഡ്രേറ്റ്, വെജിറ്റബിൾ പൾസസ്, ബട്ടർ. അതിനകത്ത് പറയുന്നുണ്ട്. ഇത് നോക്കിയേ നിങ്ങള്. വീറ്റ്, ഗോതമ്പ് എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആണ്. മെയ്സ്, ചോളം എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആണ്. സ്റ്റാർച്ചി വെജിറ്റബിൾസ്. സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ. പച്ചക്കറികൾ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കിഴങ്ങു വർഗ്ഗങ്ങൾ എന്ന് പറയാം. അതായത് പൊട്ടറ്റോ, മണ്ണിനടിയിൽ കാണപ്പെടുന്ന പൊട്ടറ്റോ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കപ്പ, ഇതൊക്കെ സ്റ്റാർച്ചി ആണ്. ചേന, ചേമ്പ്, ഇതൊക്കെ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ്. ഇതിനകത്ത് ഹൈ എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് അതാണ് അന്നജം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. വിസ്മിയ, വിസ്മിയ എന്താണ് ആലോചന ഉള്ള ഇമോജി അയച്ചത്? മനസ്സിലായില്ലേ പറഞ്ഞത്? മാം അത് മോളുടെ കൈ തട്ടിയതാണ്. കൈ തട്ടിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് സ്റ്റാർച്ച് അടങ്ങിയിട്ടുള്ള, അതായത് നമ്മുടെ മണ്ണിനടിയിൽ കാണപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിനെയാണ് സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ എന്ത് തരുന്നതാണ്? എനർജി സപ്ലൈസ്. നമ്മുടെ മുമ്പത്തെ, അതായത് പണ്ടുള്ള ആളുകളൊക്കെ കൂടുതലും കൃഷി സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു അല്ലെ? അവര് കൂടുതൽ കഴിച്ചിരുന്ന ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഏതാ? കപ്പയും വർഗ്ഗങ്ങള്. ചേന, ചേമ്പ്, ചക്ക, അതൊക്കെ എല്ലാം കഴിച്ചിരുന്നു അല്ലെ? അപ്പൊ അതെന്താണ്? അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ പൾസസ്, ധാന്യങ്ങള്, ഷുഗർ കെയിൻ, കരിമ്പ്, ജാഗരി, ശർക്കര, ബട്ടർ, വെണ്ണ, ഗീ, നെയ്യ്, ഇതൊക്കെ എന്താണ്? എനർജി സപ്ലൈസിന് എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു മാം. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നത്? Thank you, ma'am. സൈൻ Thank you, ma'am. Today class was very useful. Thank you, ma'am. ഓക്കെ. കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ സൈൻ ഔട്ട് ഒക്കെ. ഓക്കെ Thank you, ma'am. ഓക്കെ. അപ്പൊ ഭയങ്കര താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Thank you, ma'am. Thank you, ma'am.